പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നല്ല മഴയാണ്. രാവിലെ പല്ല് പോലും തേക്കാതെ കുളിക്കുകയും ചെയ്തിട്ടില്ല, ചായയും കുടിച്ചിട്ടില്ല. നേരെ വന്നിട്ടുള്ളത് വെങ്ങിനിക്കുളത്തിൻ്റെ കരയിലാണ്. ഈ വെങ്ങിനിക്കുളം എന്താന്ന് കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ? ഞാൻ നീന്താൻ പഠിച്ച കുളം, എത്രയോ വെള്ളം കുടിച്ച കുളം. നീന്താൻ പഠിക്കണ സമയത്ത് മുങ്ങി ചാവണ സമയത്തെ, ചാവാൻ പോകുന്ന സമയത്തെ എന്തിനാ ഇറങ്ങിയെന്നല്ലേ. ചെറുപ്പം മുതലേ നമ്മൾ ഈ കുളം നിറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ കാണുന്ന ഓവിലൂടെ വരുന്ന മീനെ പിടിക്കാൻ വരാറുണ്ട്. ഇപ്പൊ ആ പരിപാടിയൊന്നും ഇല്ലടേ, ഫുള്ള് തിരക്കിലാണ്. തിരക്ക് എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ കുളം നിറഞ്ഞോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. എന്താണ് കുളം? അത്യാവശ്യം 10-70 മീറ്ററോളം നീളമുണ്ട്, 10-40-50 മീറ്ററോളം വീതിയുണ്ട്. വലിയ കുളമാണ്. ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകളൊക്കെ നീന്താൻ പഠിച്ച ഒരു കുളമാണ്. സംഭവം ഇത് മാത്രം കാണിക്കാനല്ല വന്നിട്ടുള്ളത്. അങ്ങനെ ചുമ്മാ ഒരു വ്ളോഗ് എടുത്ത് പോകില്ല, നിങ്ങൾക്ക് അറിയാലോ. കാണിച്ചു തരാം, കണ്ടോളി. ഇത്രയും വലിയൊരു കുളം അതെന്തായാലും ഈ ബാക്കിൽ കാണുന്ന വയൽ ശേഖരം ഉള്ളത് കൊണ്ടാവുമല്ലോ ഉണ്ടായതല്ലേ. എന്നാൽ ഈ ഒരു വയൽ ശേഖരത്തിൻ്റെ ഒക്കെ നീളവും വീതിയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കിയേ, ഒരു കാട് കാണാണ്ട, ചെറിയൊരു കാട്. അതാ. പിന്നെ എൻ്റെ പിന്നിൽ ഒരു വലിയ കാട് കാണാം. ഇതൊക്കെ പാടായിരുന്നു. കുളം വൃത്തിയാക്കുന്ന സമയത്ത് ഇതിൽ നിന്നും പുറത്തെടുത്ത മണ്ണ് അതിവിടെയൊക്കെ കൂട്ടിയിട്ടു. ആ കൂട്ടിയിട്ട മണ്ണ് കാരണം അവിടെയൊക്കെ ഒരു കാടായി. അതുകൊണ്ട് തന്നെ ആ ഒരു വയൽ ശേഖരത്തിൻ്റെ കുടമയ്ക്ക് അത് നികത്താൻ വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ്. ഇതൊന്നുമല്ല, ഇനി ഒരുപാട് സങ്കടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഈ നാട്ടിലുള്ള ആളുകൾ എന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് ആളുകൾക്കെങ്കിലും സന്തോഷമുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ സന്തോഷം ഉണ്ടായ ആളുകൾ ആരായിരിക്കും എന്നറിയില്ലേ? ഈ വയൽ ശേഖരം നികത്തി കഷ്ണം കഷ്ണമായി വിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഞാൻ കാരണം വയൽ ശേഖരം നികത്താൻ കഴിയുന്നില്ലത്രേ. ഞാൻ എത്ര നല്ലൊരു പ്രകൃതി സ്നേഹിയാണല്ലോ. അപ്പോൾ അതാണ്, എനിക്ക് അങ്ങനെ തെറി കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്നെ കൊല്ലും എന്നൊക്കെ പറയാൻ ആളുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സത്യസന്ധമായ ഈ ചേട്ടായിയുടെ കരങ്ങളുണ്ട് എന്നുള്ളതാണ്. കാണിച്ചു തരാം, ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടാ. ഒരു ചെറിയ വെള്ളം. എത്രയോ കാലങ്ങൾക്ക് ശേഷം വെള്ളത്തിലൂടെ വെള്ളം നിറഞ്ഞ പാടത്തൂടെ നടക്കുക. ഓക്കെ, കാണിച്ചു തരാവേ. ഞാനൊരു ഉയരമുള്ള ഭാഗത്ത് കയറി കേട്ടെ. നല്ല മുള്ളും കാര്യങ്ങളൊക്കെ, എന്നാലും കുഴപ്പമില്ല, ജനങ്ങൾ ഇത് അറിയണല്ലോ. ഓക്കെ, ഈ കുട മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ മഴ നനഞ്ഞ വീട്ടിൽ നിന്ന് തല്ല് കിട്ടുന്നാലും വേണ്ടില്ല. കണ്ടോ, ഈ പാടത്തിൻ്റെ ഒത്ത നടുവിൽ എങ്ങനെയാണ് ഒരു കാട് വരുന്നത്? എങ്ങനെയാണ് ആ കാട് വരുന്നത്? അതെ, വയൽ ശേഖരം നികത്തപ്പെട്ടു. ഒരുപാട് വീടുകൾ വരുന്നു. 5 സെന്റിൽ ഒരു വീട് വെക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളല്ല, 20ഉം 15ഉം 50ഉം ഏക്കർ സ്ഥലമൊക്കെ വാങ്ങിയിട്ട് വീട് വെച്ച് പാടം മുഴുവനായി നശിപ്പിച്ച് ഭാവിയുടെ തലമുറ പ്ലാസ്റ്റിക് തിന്നണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഞാനിതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളോട് ആളുകൾക്ക് ശത്രുത. എന്തിനാടാ ഇങ്ങനെ ശത്രുത? നാളെ നീ ചത്ത് മലന്ന് മണ്ണിനടിയിൽ പോയി പുഴു നിന്നെ തിന്നുമ്പോൾ നിന്റെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഈ ഭൂമിയിൽ തിന്നാനൊന്നുമില്ലാതെ ഈ വയൽ ശേഖരങ്ങളൊന്നൊന്നായിട്ട് നികത്തപ്പെടുമ്പോ നീ മണ്ണിനടിയില്ല, നിന്നെ പുഴുകൾ തിന്നിട്ട് ഒരു വൃത്തികെട്ട തീട്ടപ്പിണ്ണാക്കിനെയാണല്ലോ തിന്നുന്നതെന്ന് ആ പുഴുകൾ ചിന്തിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ, നിന്റെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് തന്നെ പ്ലാസ്റ്റിക് തിന്ന് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നല്ലൊരു കട്ടുറുമ്പ് കടിച്ച്. ഇതാണ് സത്യത്തിനെപ്പോഴും നല്ല വേദനയായിരിക്കും. കുഴപ്പമില്ല. ഇതാണ് കാട്. ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം എന്താണെന്നറിയോ? ഈ വയൽ ശേഖരത്തിലേക്ക് കുളം വൃത്തിയാക്കിയപ്പോൾ ഇട്ട മണ്ണ് കാരണം ഉണ്ടായതാ. അടിപൊളിയാണ്. ഇനി ഒരുപാട് വീടുകളുണ്ട്. വീടുകൾ കാണിക്കുമ്പോൾ ആ വീടിൻ്റെ ഉടമകളായിട്ടുള്ള ആളുകൾ, അവരുടെ വീട്ടിലുള്ള കുറച്ച് ആളുകൾക്ക് എന്നോട് ദേഷ്യമുണ്ട്. ആ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? എനിക്ക് എന്തെങ്കിലും രീതിയിലുള്ള കള്ളക്കേസുകളൊക്കെ വരുമ്പോൾ, എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരുമ്പോൾ അവരത് ആഘോഷിക്കും എന്നുള്ളതാണ്. ആഘോഷിക്കട്ടെ. നാളെ 4 ആള് പറയും ഈ വയൽ ശേഖരങ്ങൾക്ക് വേണ്ടി സംസാരിച്ച സന്ദീപ് എടപ്പാളിനെ കുറിച്ച്. ഞാൻ അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കാണിക്കാവേ. ആർക്കും എന്നോട് പരിഭവം തോന്നിയിട്ട് കാര്യമില്ല. പറയാനുള്ളത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചത്ത് മണ്ണടിഞ്ഞങ്ങ് ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ ദൈവം ചോദിക്കില്ലടാ നായിൻ്റെ മോനെ, എന്നോട് ഞാൻ പറഞ്ഞതല്ലേ പറയാനുള്ളതൊക്കെ പറയണമെന്നുള്ളത്. ആ ചോദ്യങ്ങൾ കേൾക്കാൻ വയ്യ.
ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി അത് ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പറയാം, തെറ്റുകൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവും. തെറ്റുകൾ തിരുത്തപ്പെടുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യന്മാരായി മാറുന്നത്. ആ തെറ്റുകളിലേക്ക് വീഴാതിരിക്കാൻ നമ്മളെല്ലാവരും പെടാപ്പാട് പെടാതെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പെടാപ്പാട് പെടും. അപ്പൊ ഈ കാണിക്കുന്ന ഈ ഒരു വയൽശേഖരം ഉണ്ടല്ലോ, ഈ ഭാഗത്തുള്ളത്, ഈ ഭൂമിക്ക് ഒന്നും സംഭവിക്കില്ല. അത് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. സ്വന്തം അധ്വാനത്തിലൂടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നും ഒരു കള പോലും ഒരു മനുഷ്യനെ കൊണ്ട് പറപ്പിക്കില്ല. അതാണ് മനുഷ്യൻ. ഇനി ഈ കാണുന്ന കുറച്ച് വയൽശേഖരങ്ങൾ, ഇതിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഒരുപാട് വയൽശേഖരങ്ങളുണ്ട്. അവരും അത് നിലനിർത്തുക തന്നെ ചെയ്യും. പക്ഷേ ചില ആളുകൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അന്നന്ന് ജീവിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നശിപ്പിച്ച് പണ്ടാറടക്കും. അത്ര തന്നെ. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. ഈ പാടത്തിൻ്റെ നടുവിൽ ഒരു വീട് വെക്കും. എന്നിട്ട് അവിടേക്ക് ഒരു വഴി വേണമെന്ന് പഞ്ചായത്തിനോട് അപേക്ഷിക്കും. എന്തിനടിസ്ഥാനത്തിലാണോ പഞ്ചായത്തൊക്കെ ഇതിന് അനുമതി നൽകുന്നത് എനിക്കറിയില്ല. ഇനി നൽകുന്നതാണോ അല്ലെങ്കിൽ ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും റോഡിൻ്റെ നടുവിലൂടെ, പാടത്തിൻ്റെ നടുവിലൂടെ റോഡ് വെട്ടി ചുറ്റിലുള്ള ബാക്കി കണ്ടങ്ങളൊക്കെ വിൽപ്പന നടത്തി അവസാനം നമ്മൾ മണ്ണ് വാരി തിന്നുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഈ പാടം നികത്തിയിട്ട് തന്നെയാണ് ഞാൻ വീട് വെച്ചിട്ടുള്ളത്. ഞാനല്ല, എൻ്റെ വീട്ടുകാർ. 5 സെന്റിന് താഴെ, സാമ്പത്തികമില്ല. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അട്ടം നോക്കിയിട്ട് ഓടി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയി. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വീട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു വീട് വെച്ച് കൊടുത്തു. പാടം നികത്തിക്കൊണ്ടാണ്. എനിക്കതിൽ ഖേദമുണ്ട്. പക്ഷേ 5 സെന്റ് താഴെ നികത്തിയാൽ പോലും നമുക്ക് വീട്ടു നമ്പർ കിട്ടാത്തൊരവസ്ഥ. പക്ഷേ വലിയ മാളിക കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി നികത്തുന്ന ആളുകൾക്ക് ഒരു കുഴപ്പമില്ല. പ്രിവിലേജ്, സാമ്പത്തികം, രാഷ്ട്രീയ പിൻബലം. ഇപ്പം ഈ ഒരു വീഡിയോ ഒരു വ്ളോഗാക്കി ഇടാനൊരു കാരണം കൂടിയുണ്ട്. ചില ആളുകൾ പറയുന്നു എനിക്ക് വ്ളോഗ് ചേരുമടേ എന്നുള്ളത്. എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള ഓരോ പ്രശ്നങ്ങളും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുക, എൻ്റെ ഒരു കാര്യം അല്ലേ. അപ്പോൾ ഒന്നേ പറയുന്നുള്ളൂ, കട്ടക്ക് കൂടെ നിൽക്കുക. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്നുള്ളതാണ്. തീർക്കാൻ ആളുകളുണ്ട്, പണിയാൻ ആളുകളുണ്ട്. രാഷ്ട്രീയക്കാരുണ്ടാകാം, നാട്ടിലെ പ്രമാണിമാരുണ്ടാവാം, ഭൂമാഫിയമാരുണ്ടാവാം, കോറികൾക്കുടമയായ ആളുകളുണ്ടാവാം, ലോറി ഡ്രൈവേഴ്സ് ഉണ്ടാവാം. അവർക്ക് ഇന്നത്തെ കാര്യം മാത്രമേ ഉള്ളൂ. നാളത്തെ കാര്യത്തിനോട് യാതൊരു ചിന്തയില്ല എന്നുള്ളതാണ്. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഒരു ചെറിയ കഷ്ണം കൂടി കാണിച്ചു തരാം. വെങ്ങിനിക്കുളത്തിൻ്റെ ഒരു തോടാണ്. നല്ല മനോഹരമായ തോടാണ്. നിറഞ്ഞൊഴുകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഒരു ചെറിയ ഭാഗം കാണിച്ചു തരാം. കണ്ടില്ലേ, ആ തോട് അവിടെ നിന്നൊരു വലിയ റോഡ് പോലെ, പുഴ പോലെ ഒഴുകുന്നു. ഇവിടെ കെട്ടി നിർത്തിയിട്ടുള്ളത് വയൽശേഖരം. ഏക്കർ കണക്കിന് ഭൂമിയുള്ള കോടീശ്വരന്മാരായ ആളുകൾ സിമ്പിളായിട്ട് ഒന്ന് നികത്തും. എന്നിട്ടൊരു ഡയലോഗ് അടിയുണ്ട്. എന്താ ഡയലോഗ് അടി അറിയുണ്ട്? ഞങ്ങൾ പ്രകൃതിദത്തമായ മണ്ണ് കൊണ്ടുവന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് ഇതൊരു പ്രകൃതി സംരക്ഷണമല്ലേ എന്നുള്ളത്. പണമുണ്ടായാൽ മാത്രം പോരാ, ബുദ്ധിയും വിവേകവും ഇവരൊക്കെ വേണം. എൻ്റെ പൊന്നെ, കുഴിയോ മക്കളെ. ഇതൊരു വരമ്പാണ്. വരമ്പൊക്കെ പുഴയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും മഴ കനക്കുകയാണെന്നുണ്ടെങ്കിൽ മനോഹരമായ മറ്റൊരു കാഴ്ച കാണിച്ചു തരാം. കുറച്ച് മുമ്പ് എൻ്റെ ഒരു വീഡിയോ, മില്യൺ കണക്കിന് ആളുകളുടെ ഒരു വീഡിയോ ഉണ്ട്. ഇവിടെ വെള്ളപ്പൊക്കത്തിലായിട്ട് വെള്ളത്തിൽ താഴ്ന്ന് ഞാനൊരു ഒറ്റമുണ്ട് മാത്രം എടുത്തിട്ട് വീട്ടിനകത്തു നിന്ന് പുറത്തിറങ്ങിയിട്ടെടുത്തൊരു വീഡിയോ വൈറലായിരുന്നു. എവിടെ നിന്നൊക്കെ വിളിയെന്നറിയാം. ഇപ്പോഴും അത്തരം വിളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായി കാര്യങ്ങൾ, എന്താണ് അവിടെ മണ്ണ് ഇട്ട് നികത്തിയത്, പ്രശ്നമാണോ എന്നൊക്കെ. പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മണ്ണിട്ടെടുത്ത് മരങ്ങൾ വരും. മരങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊക്കെ അവരുടെ പറമ്പായിരുന്നു. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ലൈക്ക് അടിക്കുക കൂടെ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.